ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ലണ്ടൻ ബോറോ മാർക്കറ്റും ചൈന ടൗണും എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഈ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ ട്രൈ ചെയ്യാൻ വിട്ടുപോയ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ കാണാനാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ് പിടിച്ച് അവിടെ നിന്ന് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് എക്സാക്ട്ലി ഒരു 1.5 hour ജേർണി ഉണ്ട് ഈ പറഞ്ഞ സ്ഥലത്തായിട്ട്, ബോറോ മാർക്കറ്റിലായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ് എടുക്കുന്നു, എന്നിട്ട് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ലെറ്റ്സ് ഗോ. വൈഫിനെ ഇപ്പുറത്താക്കിയിട്ട് ഒറ്റയ്ക്ക് പോകുന്നു. ബോറോ മാർക്കറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലണ്ടനിൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഫുഡ് മാർക്കറ്റുകളിൽ ഒന്നാണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വളരെ ഫേമസ് ആയ സ്ട്രോബെറി ചോക്ലേറ്റ് ഇവിടെയാണുള്ളത്. പിന്നെ ഒരുപാട് ഫേമസ് ഫുഡ് സ്പോട്ടും ഇവിടെയുണ്ട്. ഞങ്ങളിപ്പോൾ ഒരുപാട് നാളായിട്ട് ബോറോ മാർക്കറ്റിൽ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് അതിനൊരു ടൈം തോന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് പോകാനുള്ള പ്ലാനിങ് എടുത്തു. പിന്നെ ഇന്ന് വൈഫിനും ഓഫായിരുന്നു, പിന്നെ എനിക്കിപ്പോൾ ഡ്യൂട്ടി ഇല്ല. പിന്നെ കസിനാണെങ്കിൽ അവനൊന്ന് യൂണിവേഴ്സിറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കാലാവസ്ഥയും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ നേരെ വിട്ടു. വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ട്രെയിനിലും പ്ലാറ്റ്ഫോമിലും എല്ലായിടത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ട്രെയിനിലിരിക്കാനുള്ള സീറ്റും കിട്ടിയില്ല. അപ്പോൾ അറിയില്ല ഇനി അടുത്ത ട്രെയിനിൽ സീറ്റ് കിട്ടുമല്ലോ എന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത പ്ലാറ്റ്ഫോമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബോറോ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നല്ല തിരക്കാണ്. സോ ഐ ഹോപ്പ് ഈസ് നോട്ട് ഗോണ ബി ബിസി ദെയർ. അറിയാൻ പാടില്ല, കാരണം അവിടെ നല്ല തിരക്കാണെങ്കിൽ നമുക്ക് ഫുഡ് ട്രൈ ചെയ്യുന്ന കാര്യം ഇത്തിരി ടഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള സ്ട്രോബെറി ചോക്ലേറ്റ് ആണ്. നമുക്ക് കഴിച്ചു നോക്കാം. എന്തായാലും നല്ല തിരക്കുണ്ട് അവിടെ. ഓക്കെ, എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം. ആഹാ, അടുത്ത ഞങ്ങൾ ബ്ലാക്ക് പിഗിലെ പോർക്ക് സാൻഡ്വിച്ച്, അതും ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സാൻഡ്വിച്ചുകളൊന്നാണ്. അപ്പോൾ അത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതും അടിപൊളിയായിരുന്നു. പിന്നെ അത് കണ്ട് ഇവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു നിയർലി 20 minutes വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ സാധനം കിട്ടാനായിട്ട്. അപ്പോൾ ഞങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതും വളരെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കത്. അപ്പോൾ അതിൽ മെയിനായിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർക്ക് ഫില്ലിങ്സ് ഉണ്ട് നല്ലോണം. പിന്നെ അതുകൂടാണ്ട് അതിൽ പോർക്ക് ക്രാക്ലിംഗും ഉണ്ട്. അപ്പോൾ അതും നിങ്ങളാരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യണത്. അപ്പോൾ അടുത്ത് ഞങ്ങൾ ട്രൈ ചെയ്തത് വൈറൽ മാംഗോ സ്റ്റിക്കി റൈസ് ആയിരുന്നു. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ അകത്ത് സ്റ്റിക്കി റൈസും അതിൻ്റെ കൂടെ തന്നെ ഡൈസ് ചെയ്തിട്ടുള്ള മാംഗോയും ആയിരുന്നു.
എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ടാണ് തോന്നിയത്. നല്ലത് അല്ല അല്ല എടുക്കടാ. ഞാൻ കൊള്ളില്ലെന്നാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ നീ കൊള്ളില്ലെന്ന് പറഞ്ഞു. ചൂടാ. ഹലോ ഗൈസ്, പറയൂ ഗൈ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ഉണ്ടാ റിയാക്ഷയുടെ മുഖത്ത് കരയല്ലേ, കണ്ണിന്ന് വെള്ളം. പാച്ചോറിന്റെ ഇതൊക്കെ പാച്ചോറ്. ഇനി ലെറ്റ് മീ ടേസ്റ്റ്. പിടി ഞാൻ പറയാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ലെറ്റ് മീ ടേസ്റ്റ്. ഒരു മാങ്ങ വെച്ച് ഇതൊക്കെ കോമഡി ആയിരിക്കും കേട്ടോ വീഡിയോയിൽ. കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. ലവ്ലി ഗൈസ്. അത് മത്സരല്ല. അടുത്ത നമ്മൾ എന്താ കഴിക്കാൻ പോകുന്നേ? എന്താ നിങ്ങൾ വീഡിയോ കണ്ടേ? നമ്മൾ എന്താ സേവ് ചെയ്ത് വെച്ചത്? ഓയിസ്റ്റർ. കഴിക്കണേ. പക്ഷെ നമുക്ക് നോക്കാം. Guys, tacos. ടാക്കോസ് അടുത്ത നമ്മുടെ വിഷ് ലിസ്റ്റിലുള്ള സാധനം. എന്താ ഉണ്ട്. മൂന്ന് ഫ്ലേവർ കിട്ടും ടാക്കോസ്. കണ്ടോ, 3 ഫോർ 11.99. കണ്ടോ? ആ അത് തന്നെ. എന്താ നമ്മൾ ഓർഡർ ചെയ്യുന്നത്? വെജ് പറയണോ? വേണ്ടല്ലോ. ചൊറിസോയും ചിക്കനും ബീഫും പറയട്ടെ. ചൊറിസോ, ചിക്കൻ ആൻഡ് ബീഫ്. Thank you very much. Thank you. This is chicken, beef and cauliflower. ഫസ്റ്റ് നമ്മൾ ചിക്കൻ ട്രൈ ചെയ്യും. ഇച്ചിരി ലെമൺ ജ്യൂസ് ഇങ്ങനെ വെച്ചാൽ അതെ, ലെമൺ ജ്യൂസ് വാളിപ്പോയി ഗൈസ്. മതി. ഒന്ന് കിട്ടട്ടെ. മതി. ഒരു ബൈറ്റ് കഴിച്ചാൽ മതി. കഴിക്കല്ല. ഇത് പിടി. കഴിയുന്നുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ടില്ല. അതിന് മുഖം കാണിച്ചു. കഴിയുന്നുണ്ട്. പോരാ. ഇനി അടുത്തത് പറയും. അവിടെ പിന്നെ എന്ത് കിട്ടിയാലും കൊള്ളാം. ഇവിടെ ഞാൻ ജെനുവിൻ റിവ്യൂ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് മൊത്തം കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത് വിളിക്കണേ. ഞങ്ങൾക്ക് എന്താടാ? ഞാൻ ഇതിന്റെ ഫസ്റ്റ് ബീഫല്ലേ? ബീഫ് എക്സ്പ്രഷൻ. ആ സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. എക്സാക്ട്ലി സെയിം. ഇത് പിടിച്ച് ഞാൻ നോക്കട്ടെ. ബീഫ് കുറച്ചുകൂടെ സൂപ്പറാ.
വ്യത്യാസമുണ്ട്. ചിക്കൻ പോലെ പിടി പിടി പിടി. അങ്ങോട്ട് തിന്നല അങ്ങോട്ട്. സെയിം എക്സ്പ്രഷൻ. ബീഫ് കൊള്ളാം. ചിക്കൻ ബീഫ് കൊള്ളാം. ഇത് കിട്ടിയ വീഡിയോ ക്ലിക്കാവുന്ന എനിക്ക് ഇന്നത്തെ ഒന്നും കട്ടിയേണ്ട കാര്യമില്ല. എനിക്കും കുറെ കിട്ടിയ ഗൈസ് ഇതാണ് കോളിഫ്ലവർ വെജിറ്റബിൾ. പിന്നെ അതിൻ്റെ ചിക്കനാണോ? എങ്ങനെയുണ്ട്? സെയിം ലൈക്ക് ചിക്കൻ ബീഫ്. കൊള്ളൂലേ? എന്നാലും ഞാൻ കഴിച്ചു ഗൈസ്. കൊള്ളാം. പിന്നെ ചപ്പാത്തിയോട് കഴിക്കണം. റാപ്പ് തുറന്നു കഴിക്കണ പോലെ. എടാ എനിക്ക് വെച്ചിട്ട് വെക്കണം കേട്ടോ. അല്ല അവന് റിവ്യൂ പറയാൻ പറ്റിയില്ല. പെട്ടെന്ന് ഇറങ്ങി പോയതുണ്ട്. പറ. കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ബീഫാണ് ഓക്കെ. അപ്പൊ ഞാൻ ട്രൈ ചെയ്തു. അല്ലടാ ഇങ്ങനെ ലിപ്സ്റ്റിക് എനിക്ക് ചുണ്ട് ലിപ്സ്റ്റിക് ഇട്ട പോലെ. ചെറുതായിട്ട് ഫ്ലോപ്പായിരുന്നു. ചുമ്മാ അല്ല ഇത് ബീഫ് നല്ലായിരുന്നു. ബീഫ് കോളിഫ്ലവർ ഷോയാണ്. റിവ്യൂ പറ. കോളിഫ്ലവർ കരിഞ്ഞു പോയി. ആ ഇച്ചിരി ഡിസപ്പോയിന്റ് ആയി. അല്ല ഒരു കണക്ക് നന്നായി. ഇത് ലാസ്റ്റ് കഴിച്ചു. അതിന് വന്നിട്ട് ഫ്ലോപ്പായി. എനിക്ക് ബീഫ് മാത്രമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിക്കനും 2 ഡിഷും എടുത്തു. കടിച്ചപ്പോ അങ്ങനെയല്ല പറഞ്ഞത്. ഓക്കെ ഓക്കെ. ചിക്കൻ ഓക്കെ. ചേട്ടവില് ഇങ്ങനെ കടിച്ചു. ഇപ്പൊ ഇവിടെ ഭയങ്കര തിരക്കായി. ഹംബിൾ ക്രംബിൾ. I'll go with what you're saying. Next please. ചൂടാണേ. കിടിലല്ലേ? ഓക്കെ. ഈ സാധനം കൊള്ളാം. സൂപ്പറാണ്. ആപ്പിളൊക്കെ അങ്ങനെ നല്ലോണം ഒരു ക്രംബിൾ ഇട്ടുണ്ട്. ക്രംബിൾ നല്ലോണം ഉണ്ട് കേട്ടോ. കട അടയ്ക്കാനോ? Can I have one cream brulee and one pistachio, please? Let's get one creme brulee done. We get 2 please. ഭയങ്കര ക്രംബിളുണ്ട്. ഷോ ലവ്ലി. കിട്ടിയോ? അപ്പൂപ്പനായിട്ട് അടുപ്പിച്ച് വയ്ക്കാവോ പ്ലീസ്?
ഷുഗർ കട്ട് പോയപ്പോ കിട്ടി, എനിക്ക് കിട്ടി. ഷുഗർ കട്ട് പോയി. ക്യാമറ പഠിക്കുന്നുണ്ട് ആളിൽ കഴിക്കുക. ടോപ്പ് 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 അവിടെ ആവശ്യം ടോപ്പ് നോച്ച്. ജിം മിണ്ടാതിരുന്നിങ്ങനെ ജിം ജിം ഇടയ്ക്ക് കിട്ടുമ്പോഴേക്കത് രാവിലെ കഴിച്ച എൻ്റെ ഷുഗർ കട്ട് പോയി. ഷുഗർ കട്ടായാലും വലിയ ഭക്ഷണം കഴിക്കാം. എന്നും ഷുഗർ കട്ടാ. എന്നും ഐസ്ക്രീം തിന്നും. അതിനത് വെട്ട് വീണോ? കത്തി വെച്ചാൽ ജിം കഴുത്ത് പറ്റിയോ? നരഭോജനം നടന്നത്. ഓറ പ്ലസ് ഭയങ്കര വരാം. ആണോ? Next you try the pistachio one. ഹായ്. അതാണ് എൻ്റെ മെയിൻ സാധനം. അത് പിസ്താശ്യോ അതാ. ആ ഞെക്കി കളഞ്ഞത്. അതാണ് എങ്ങനെ അതിനെയാണ് കഴിക്കണേ. എങ്ങനെയുണ്ട്? കസറ ഇച്ചിരി എനിക്ക് ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അടിപൊളി. ഓ ഇപ്പം പറ്റുന്നില്ല. അതെ. പിടി പിടി പിടി. റിയാക്ഷൻ പോട്ടെ. ഒരു റിയാക്ഷൻ ഇല്ലാത്ത ജീവി. എനിക്ക് ഇതിനൊക്കെ കുറച്ച് ഇഷ്ടപ്പെട്ടത് ആദ്യം കഴിച്ചതാണ്. ഇതാണോ? അപ്പം ഞാൻ അത് കഴിച്ചു. ഷുഗർ കട്ടാന്ന് പറഞ്ഞാൽ ഷുഗർ ഏറ്റവും കൂടുതലുള്ള കഴിക്കണേ. അത് എൻ്റെ വീഡിയോക്കാരനാകില്ല ഇച്ചിരി എനിക്കെന്താ. എക്സ്പ്രഷൻ ഇടി കൊള്ളാം. പിന്നെ എന്താ പറയാൻ വന്നു മറന്നു. അടുത്തേക്ക് രണ്ടുപേരും എന്താ പറയാൻ വന്നു. അത് പറഞ്ഞു അത് ചോദിച്ചിട്ട് വേണം പെണ്ണുങ്ങൾ ഒറ്റടി മൊത്തത്തിൽ അടുക്കുന്ന സാധനം ഇത് പോലെ സിറ്റ് പോലെ. അത് എനിക്ക് ഇത് നമുക്ക് സാമ്പിൾ വെച്ചേക്കുന്നതാണോ? ഓ സോറി സോറി, ഇതല്ല വഴി. എവറിത്തിങ് ഈസ് ഫ്രീ. നോക്ക്, എവറിത്തിങ് ഈസ് ഫ്രീ. ഗ്ലൂട്ടൻ ഫ്രീ എല്ലാവരും ഒന്നിനൊന്നും വെച്ച ഗ്ലൂട്ടൻ കണ്ടില്ല ഞാൻ. അതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഐ മീൻ ടവർ ബ്രിഡ്ജ് അല്ല, ടവർ ബ്രിഡ്ജ് കണ്ടോ? ഇവിടെ ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ? ആ അല്ല ശരിക്കും പറഞ്ഞാൽ ലണ്ടനിൽ വന്നിട്ട് ബസ്സിന് പോകുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ? നല്ല വ്യൂസ് കിട്ടും. അല്ലെന്ന് നമ്മൾ ട്രെയിൻ ചൂസ് ചെയ്യുന്ന കാട്ടിയും
ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും ബസ്സിൽ പോകുമ്പോൾ. മനസ്സിലായാലും സ്ഥലങ്ങൾ കാണാൻ. അപ്പം നമ്മളടുത്ത് ചൈന ടൗണിലോട്ടാണ് പോകുന്നത്. ഓരോ മാർക്കറ്റിലും ചൈന ടൗണിലിട്ട് നോക്കൂ, ഒന്ന് നോക്കിയാലും ഇങ്ങോട്ട് രണ്ടെണ്ണങ്ങളും കൂടെ. ആണോ? എൻ്റെ നാവിഗേറ്റർ നോക്കിയില്ല, പുള്ളി വഴിയിൽ ഇച്ചിരി വഴി നോക്കിക്കൊണ്ടിരിക്കുക. ആദ്യം ഒന്ന് കറക്കായിരുന്നു, ഇനി പുള്ളി തെറ്റിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തേക്ക് എടുത്ത് റോട്ടിട്ടെത്തി. അല്ല ഒന്ന് നോക്കണം. അതാണ് നാവിഗേറ്ററിൻ്റെ കഴിവ്. നാട്ടിൽ ഗൂഗിൾ മാപ്പ് ഇതുപോലെ ചെയ്യില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടീം ചൈനയിലെത്തിക്കുമെന്ന് ചോദിച്ചാൽ എന്ത് എവിടെ നെറ്റ്ഫ്ലിക്സ്? ലണ്ടൻസ് ബെസ്റ്റ് വിയർ എക്സ്പീരിയൻസ്. പക്ഷെ പടം നമ്മൾ കണ്ടതല്ലേ? എന്തിന്? സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ അവിടെ അതിന്റെ അറിയില്ല പൊട്ടത്തിലാണെന്ന് തിരിച്ചതാണ്. അമ്പോ റൈഡേഴ്സ് റൈഡർ വിആർ മേടിക്കാന്ന് പറഞ്ഞു. ഡ്രൈവിന്റെ ഒരു ബൈക്കാണ്. വിആർ മേടിക്കണം പറഞ്ഞു. അവിടുന്ന് വിആർ മേടിക്കാൻ പറ്റില്ലല്ലോ. അവര് മേടിക്കല്ല. എന്ത് നമ്മളിങ്ങനെ എന്ത് ബാക്കി പിണിങ്ങിയോ? അവിടെ ലെഫ്റ്റാന്ന് അല്ലേ? ഹലോ ഗൈസ്, നമ്മള് ബാക്കി പിണിങ്ങി നോക്കി പോണേ. ചൈന ടൗൺ എന്താ? ബോർഡ് പോലും വെച്ചിട്ടില്ല. നിങ്ങളെ പറ ചൈനയിലെത്തോന്നു. നീയൊക്കെ ആയതുകൊണ്ട് ഞാൻ പറയില്ല. അല്ല ചേച്ചി എന്നാ പറഞ്ഞേ? എന്ത്? ആ അപ്പൊ നീയല്ലേ പറഞ്ഞേ അത് കാവലിന് ആട് വെക്കില്ലെന്ന്. ആ നമ്മടെ ഗേമ. പശു പുല്ല് കണ്ട പോലെ പോണ കണ്ടോ? തോർത്തോ? നെറ്റ്ഫ്ലിക്സ്. ബസ് കൊണ്ട് അന്നേരം മറിച്ചത് കറക്റ്റ് സമയത്ത് വീഡിയോ എടുക്കാൻ തന്നെ. ചൈനീസ് ടൗൺ. റൈറ്റ് പിടിച്ചോ? റൈറ്റ് പിടി എന്നാ ബോർഡ് വെക്കി ഇടിക്കില്ലെന്ന് പറഞ്ഞു. പോട്ടെ കയറിയടേ. ആ ശമാശി. ചൈനീസ് ഭാഷ നമ്മൾ ഇറക്കേണ്ടി വരുമോ? എല്ലാം കഴിച്ചിട്ടുണ്ടല്ലോ. കഴിച്ചെല്ലാം അടിപൊളിയായി. എക്സ്പ്രഷൻ ഒന്ന് ഇട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലെ ചോറും കറിയും കിട്ടുമോ? നാട്ടിലെ അപ്പുറത്ത് നിന്നൊരു ടേസ്റ്റ് കിട്ടില്ലേ? ഇങ്ങനത്തെ ഐറ്റം ഉണ്ട്. ഒരു ബണ്ണിന്റെ പോലത്തെ ഇടയിൽ ഒരു ബീഫിന്റെ ബണ്ണ് പോലത്തെ സാധനം തന്നെ
അതിൻ്റെ ഉള്ളിൽ ബീഫായിരിക്കും. പക്ഷെ അത് കഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ അപ്പോൾ ഇറച്ചി കഴിക്കുന്ന ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. കില്ലാടി തന്നെ. അങ്ങനെ ആവണമെന്നില്ല. വലിയൊരു കില്ലാടി. ഓ പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ നീലച്ചോറ് കണ്ടിട്ട് പച്ചവട ടേസ്റ്റാണ്. അത്ര എന്ത് റൈസായിരുന്നു? എന്ത് റൈസ്? സ്റ്റിക്കി റൈസ്. അത് തന്നെ കഴിച്ചപ്പോ മിണി എന്ന് പറഞ്ഞ് മിണി. പേര് നോക്കിയില്ല. അല്ലേ പറഞ്ഞത്. കിട്ടിയ വഴി പാച്ചോറാണ്. പച്ചവറിന്റെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ അതെ ക്രാക്ലിംഗ് അല്ലേ? എടാ നമ്മൾ ചൈന ടൗണിന്റെ പുറത്തോട്ടാണോ പോണേ? അല്ല ചൈനീസ് ആയിട്ട് സംസാരിക്കാവുള്ളൂ. രണ്ടു വാക്ക് പറഞ്ഞു. എന്താന്ന് മനസ്സിലായോ? നേരെ നോക്കി പോടാത്. അയ്യോ ചൈനക്കാര് കേൾക്കണ്ട. നിനക്ക് മനസ്സിലായോ? ചൈനക്കാര് കേൾക്കണ്ടെന്ന്. കറക്റ്റ് അടിക്കുക. ഇതാണ് ചിക്കൻ ലോലിപോപ്പ്. പോപ്കോൺ. എന്നാ പോപ്കോൺ. തൊണ്ട കുടിക്കാനുള്ള എക്സ്പ്രഷനാണോ അത്? പിടി. ഞാൻ പറയാൻ ടേസ്റ്റ് ഇപ്പൊ കറക്റ്റ് പറയും. ജിംബൂംബ. ഇങ്ങോക്ക് ജിംബൂംബ. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സൂപ്പർ സാധനല്ലേ? ഇത് കാണിച്ചു കൊടുത്ത ആൾക്കാർക്ക് അതൊന്നേരം നിന്നെടുത്തത്. ഫ്രണ്ട് ക്യാമറ ഇനി ആക്കാൻ പറ്റില്ല. ജിം. അയ്യോ വർത്തമണി. പറയൂ, അഭിപ്രായം പറയൂ. ലവ്ലി. നമ്മൾ കൊറിയൻ ഭാഷയിൽ കുറച്ച് സംസാരിക്കുന്നത്. ഒന്ന് പറഞ്ഞ എന്തെങ്കിലും. അയ്യോ നല്ല ആശ്വാസം. കൂടെ ഒരാൾ പോണേ നമുക്ക് വരാൻ. എനിക്ക് രണ്ട് നാളെ എന്റെ ബീഫ് എങ്ങനെ വന്നേ? നമുക്ക് ആദ്യം ചിക്കൻ കഴിക്കാം. അത് ബീഫല്ലേ? ഇല്ല ചേട്ടൻ കഴിച്ചിട്ടില്ലല്ലോ. ചേട്ടൻ ചിക്കനാ. നമ്മുടെ ചൂടാണ്. പേപ്പർ ഉണ്ടായിട്ടില്ല അത് കഴിക്കുന്നത്. അപ്പം കോഴിക്കറിയും ദേ വരുന്നു. ചൂടുണ്ട്, പിന്നെ ചൂടോടെ കഴിക്കണ്ടേ? പുള്ളില്ലേ? ഓ പുളി കണ്ടുപിടുത്തം. ലവ്ലി. ചിക്കൻ കുഴപ്പമില്ല. ആ ബീഫ് ഒന്ന് കഴിച്ചു നോക്കി. ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റ് ആണോ എന്ന് നോക്കി. ബീഫ് വെച്ചോ? ബീഫ് കഴിച്ചു നോക്കി. കുഴപ്പമില്ല. ബീഫ് കഴിച്ചു നോക്കി. പേപ്പർ ഒന്ന് പൊളിച്ചാലോ? ആരെങ്കിലും അടിപൊളിയായിരിക്കും. ബീഫ് കഴിച്ചു നോക്കട്ടെ. എൻ്റെ റേച്ചിലെടുക്കും. ചേച്ചിയുടെ എടുത്തേ, രണ്ടുപേരുടെയും കൂടെ എടുത്തേക്കണം. അവന് കൊടുത്തു. ഭയങ്കര മഞ്ഞപ്പൊടിയുടെ മറ്റേ ഞാൻ കൊടുക്കാം. എനിക്കറിയാം. അപ്പം ചിക്കൻ കറി തിന്നുന്നു ഗൈസ്.
എക്സ്പ്രഷൻ പോരട്ടെ കമോൺ. ഇതൊന്നും പൊളിക്കോ? ഇന്ന് ഇറക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. അത്രേ പറയാൻ പറ്റുള്ളൂ. ബീഫാണ് കഴിക്കേണ്ടത്. അപ്പുറത്തൊരു ഫീലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല നാച്ചുറലായിട്ട് നോക്കാം. നല്ല നാച്ചുറൽ. ഉള്ളതില്ല എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. എന്നാ ഇവിടെ ഒരാൾ ഹൈപ്പിനുള്ളതില്ല. ഇവിടെ എന്ത് പോണോണ്ട് അങ്ങനെ പറയുള്ളൂ. ഞങ്ങളുള്ള കാര്യം ഉള്ള പോലെ പറയും. ഞാൻ വളരെ അല്ല, ഹൈപ്പിനുള്ളത് ബീഫ് ഒന്ന് കാണിച്ച്, കോഴിക്കോട്ടെ കാണിച്ച്. പക്ഷെ നല്ല ഫ്ലഫി ഭയം നല്ലതെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ ഫ്ലഫി എന്ന് പറഞ്ഞു. അപ്പുറത്തുള്ള ഒരു ചെറിയ ടേസ്റ്റ് ഇല്ലേ കാണിച്ചാലും ആ അപ്പം ഇറച്ചി ദിസ് ഇസ് ലാമ്പ്. ലാമ്പല്ലേ? ഇതാത്ത ഒരു ആള് തന്നെ. എനിക്ക് ലാമ്പിന്റെ ടേസ്റ്റ് തോന്നി. ആ ഇപ്പൊ കറക്റ്റായിട്ട് ടേസ്റ്റ് വരണം പറയും. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ലാമ്പ്. നല്ല ഇഷ്ടപ്പെട്ടോ? അരമണിക്കൂർ കഴിഞ്ഞ് പറ. എക്സ്പ്രഷൻ കാണുമ്പോ അറിയാലോ. ആദ്യം എക്സ്പ്രഷനായിരുന്നു. പോയില്ല, പോയി, ഇതും പോയി. ഇതും ഫ്ലോപ്പായിരുന്നു. അപ്പം ചിക്കനും ലാമ്പും ഓക്കെ ഓക്കെ. പക്ഷെ ലാമ്പ് ഞാൻ ബൂമ്പ. കമ്പാരിറ്റീവ്ലി ബീഫാണല്ലോ. കമ്പാരിറ്റീവ്ലി ബീഫാണ് നല്ലത് പറഞ്ഞു. ഞാനും കൊടുക്കുക എന്നിട്ട് ഇരിക്കുക. അതിനത് അതിനത് അപ്പുറത്തൊരു ടേസ്റ്റ് അവിടെ ഇവിടെ ഇവിടെ ഇരിക്കും. ഇപ്പൊ അത് അവിടെ ഇവിടെയായി. പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കറക്റ്റ് ഇപ്പൊ കിട്ടിയായിരുന്നു. അത് അവിടെ ഇവിടെയായി. ഇപ്പൊ ഇത് അവിടെ എവിടെയായി. എന്നാ മെയിനാള് കഴിക്കട്ടെ. ഞാൻ കഴിക്കാം. ഇവിടെ ഞാൻ പറയാം. അപ്പം ഇല്ല, എനിക്കെങ്ങനെ ഫീൽ ചെയ്തത്? പക്ഷെ ഇതിന്റെ പക്ഷേ പറഞ്ഞത് ശരി, ഇതിലേക്കാൾ നല്ലത് ഇത് തന്നെ. ഉള്ളിലെ ഫില്ലിങ്സ് ഇല്ലെങ്കിൽ ആ ബണ്ണ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് എടുത്ത് പറഞ്ഞ പിന്നെ സാധനമുണ്ട്. അല്ല പക്ഷെ ലാസ്റ്റ് ടൈം നമ്മൾ കസ്റ്റാർഡ് ഹോട്ടായിട്ട് കഴിച്ചില്ല. നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴേക്കും അത് കട്ട് ചെയ്യാം. കസ്റ്റാർഡ് ഉണ്ട്. നമ്മൾ ഹോട്ടായിട്ട് കസ്റ്റാർഡ് മേടിക്കുന്നത് കയ്പിനുള്ളതെന്ന് പറയാൻ നമ്മളിതിനെ പറഞ്ഞു വന്നിട്ട് എടുത്താൽ പോരെ. എടുത്തു ഇച്ചിരി എടുത്തു വന്നിട്ട് റോസ്റ്റ് അതേ മോള് റിക്ഷ ഞങ്ങള് വേറെ ഏതോ പാട്ട ഇട്ടെ, ഏതാന്ന് ഓർക്കാൻ. മുട്ടയാണ് ഇതിൻ്റെ ഉള്ളില്. ഉള്ളിലല്ല. എന്താ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇവിടെ നിന്ന് ക്ലാസ്സിൻ്റെ അപ്പുറം കൂടെ ഞങ്ങൾ അത് തന്നെ കണ്ടുകൊണ്ടിരുന്നത്. ഐ മീൻ ഇതിൻ്റെ ഉള്ളിൽ അവരെന്തോ ഒരു നല്ല കഷ്ടം പോലത്തെ സാധനം. ഭയങ്കര ചൂടാണ്. ഈ മാറുണ്ട് അതിനോട് കാഴ്ച പറ്റി. ഇല്ല, വേണ്ട 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 വേണ്ട. ഇതിൻ്റെ ഉള്ളിലില്ല. പറയൂ. തന്നെ സംസാരിക്കണം. പറയൂന്ന് പറഞ്ഞാ കഴിക്കണേ. ആ, എങ്ങനെയുണ്ട്? എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നില്ല. സ്വാദ് പോയോ ചൂട് കാരണം? ഐ മീൻ എന്താ ചെറിയൊരു കയ്പ് പോലെയൊക്കെ ഉണ്ട്. സന്തോഷമായി. ഐ മീൻ ഉള്ളിലെ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറയാം. അതേ മീനും ചിക്കനൊന്നും പറയേണ്ട കാര്യം പറഞ്ഞു. മീനൊന്നും ഇല്ല ഇതിനകത്ത്. ഐ മീൻ ചൂടാ. ആയ് പക്കാ ഫ്ലോപ്പ്. ഫ്ലോപ്പാണെങ്കിൽ എനിക്ക് കടിക്കണമെന്നില്ല. നീ കഴിച്ചിട്ട് പറയാം. ശരി കഴിക്കണം. നീ കഴിച്ചു നോക്കി, എല്ലാം ടേസ്റ്റ് ചെയ്യണം. നമുക്ക് എല്ലാവരും അഭിപ്രായം അറിയണമല്ലോ. ജാങ്കോ നീ അറിഞ്ഞോ? ഞാൻ പെട്ടു. ചിലപ്പോൾ അതിന് ഇഷ്ടപ്പെടും. അതിലും പ്രോട്ടീൻ ഫുഡൊക്കെ കഴിക്കുന്നില്ല. 2 മുട്ടയുണ്ട്. ആ ഉള്ളിലെ ആ ക്രഞ്ചിയുള്ള സാധനം കഴിക്കണം. ശോക ആ പച്ചലയുടെ കഴിപ്പത് പക്കാ ഫ്ലോപ്പ. കാശ് പോയി കാശ് പോയി. മൊത്തത്തിൽ കഴിച്ചോളാം, മുഴുവൻ കഴിച്ചോളാം. ജിംബൂമ്പ.
ആരും സമ്മതിക്കില്ല. മസാജ് സെന്ററിൽ ഇരുന്നോട്ടെ. കിട്ടി ആ കൊച്ചു കള പറയണ പുള്ളി. ഞാൻ അങ്ങോട്ട് നോട്ടെ. പിന്നെ ബില്ല് കാട്ടി അതിൽ കൊണ്ടിട്ടു. വീടിന് കട്ട് ചെയ്തിട്ടേ ബില്ലിൽ കൊണ്ടിട്ടു. പക്ഷെ എനിക്കതല്ല ആ ബൈക്സ് ഭയങ്കര ആ ബൈക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പൗണ്ടല്ലേ ഉള്ളൂ. എത്രണ്ണം കിട്ടും? 1 പൗണ്ടിന് 1 കിട്ടുള്ളൂ. 7 കിട്ടും. ആ പടത്തിൽ 7 കൊടുത്തേക്കാം. 1 പൗണ്ടിന് 7 ആ പടത്തിൽ 7 കൊടുത്തേക്കാം. എനിക്ക് വേണ്ട. അത് ഞാൻ മേടിച്ചോണ്ട് ഞാൻ പിടിക്കും. കഴിച്ചില്ലെങ്കിൽ ഈ ബണ്ണു നമുക്ക് നല്ല. ആ കഴിച്ചു. ഞാൻ വീഡിയോ എടുക്കാം. ബണ്ണ് വന്നപ്പോൾ വളരെ നല്ലതാ. കഴിക്കാൻ കിട്ടി. കുത്തി ഇറക്കണോ? ഒരെണ്ണത്തിനാണ് 1 പൗണ്ട്. പടത്തിലെന്നാ പിന്നെ ഒരു 7 വെച്ചാണ് ചോദിക്കാൻ പാടുള്ളത്. 4 എണ്ണത്തിന് 5 പൗണ്ടാ. എന്നാ അത് മേടിക്കും. 2.5 പൗണ്ട് കൊടുത്ത് നമുക്ക് ഫുൾ ഇത് മേടിച്ചൂടെ? ബൈറ്റ്സ് അല്ല നല്ലത്. ബൈറ്റ്സ് എനിക്ക് അതിനകത്ത് കണ്ടിട്ട് വലിയ രസമില്ല. എന്നൊരു മാംഗോ മേടിക്കും. ഇതേപോലെ എടാ എന്നാൽ സ്മൂത്തി പോൾ സാധനം മേടിക്കണം. മാംഗോ സ്റ്റിക്കർ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. ഓൾറെഡി ഒരെണ്ണം കഴിച്ചാണ്. എന്നാലും സാറില്ല, അത് ട്രൈ. മാറി വെൽക്കം. പക്ക ഫ്ലോപ്പ്. ഇന്നത്തെ ദിവസം കഴിച്ചാൽ ഏറ്റവും ഫ്ലോപ്പായ ഫുഡ്. പക്ഷേ ബണ്ണ് മാത്രമേ നല്ലതായിരുന്നു. ബണ്ണ് നല്ലതാണോ? ഇത് മാത്രമായിരുന്നു. ബാക്കിത്തെ പുറമെ മുട്ട ലുക്കല്ലേ പിടി. നോക്കട്ടെ ഞാൻ കഴിച്ചിട്ട് പറയാം. മെയിൻ ടെസ്റ്റർ കഴിക്കാടേ. 1/2 മണിക്കൂർ ആയാലോ. കോൺസെൻട്രേഷൻ കളയാതെ. ആ റൈസും വാങ്ങി സെപ്പറേറ്റ് എടുത്ത് തന്നെ. ഒതന്റിക്ക് എങ്ങനെയുണ്ട്? പറഞ്ഞപ്പോ എങ്ങനെ എക്സ്പ്രഷൻ ഇട്ട്. നല്ലതാ. അവിടെ നമ്മൾ കഴിച്ച റൈസ് ഹോട്ട് ആണെങ്കിൽ ഇത് കോൾഡാ. മാംഗോ കൂടെ എടുത്ത് കഴിക്കും. അഭിപ്രായം പറയാലേ? ആ കൊള്ളാം. ക്യാമറ വന്ന അതിനെ അപ്പം നാണം. എനിക്ക് ഫോട്ടോ കുറച്ചും ഇഷ്ടപ്പെട്ടെ. നല്ലത് നിനക്ക് ഫോട്ടോ ഇഷ്ടത്തിന് എനിക്കറിയാം. എനിക്ക് അവിടെ വെച്ചത് എനിക്കിട്ട് ഇങ്ങോട്ടില്ലേ വീട് ബാബുള്ളേ. ക്യാമറ പഠിച്ചാൽ എനിക്ക് വെച്ചിട്ട് കഴിക്കാരുത്. അല്ല ക്യാമറമാനായിട്ട് ഞാനിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയിരിക്കേണ്ടി വരും. ഇവരുടെ റിയൽ ഫ്ലേവർ ഹോട്ടാണോ കോൾഡാണോ കഴിച്ചിട്ട് മതി. ഓ കണ്ടുപിടുത്തം. എനിക്ക് അവിടുത്തെ ഇഷ്ടപ്പെട്ടു. ആ എനിക്ക് അവിടുത്തെ ഇഷ്ടപ്പെട്ടെ. കോട്ട ഉള്ള കുറച്ചും കൂടെ അടിപൊളി. കുഴപ്പമില്ല, അങ്ങനെയല്ല. അവിടുത്തെ ഇച്ചിരി കൂടി ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടെ? ജിം അപ്പോൾ ഇതാ ക്വാണ്ടിറ്റി ഉള്ളു. ക്വാണ്ടിറ്റി ഉള്ളതാണ്. 10.
അല്ല ഇത്രയും കളർ കണ്ടിട്ടുണ്ടോ എവിടെയും? ഇല്ല, ആദ്യമായിട്ടാണ്. എടാ കളിക്കലേ മോഷ്ടിച്ച് തിന്നുന്നുണ്ടോ? എന്താണിത് ഇങ്ങനെ പിറക്കി തിന്നുകളെ തൊട്ടാ നാണക്കേട്. എടാ പോടാ ജെംസ് മിഠായോ? കളർ കോമ്പിനേഷൻ വെച്ചാൽ അടിപൊളി. എന്നിട്ട് എവിടെ കൊണ്ട് ഇവിടെ പേ ചെയ്യണം? അടിപൊളി. കളർ മൂഡ് ഇപ്പൊ പറയും. കളർ മൂഡ് ഈസ് പിന്നാടി വരട്ടെ. യു ആർ വെരി കാമോ. എന്തെങ്കിലും മാറി തന്നെ. ഇന്ന ഇൻസ്പിറേഷൻ ജോലി പ്ലസ് മൈനസ് അവിടെ കാണിച്ചത്. അതൊന്ന് നോക്കണത്. പിങ്ക് ഫ്രം യുവർ സ്മൈൽ ഈസ് ടു യുവർ സ്പിരിറ്റ്. യു ആർ സ്വീറ്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഈസ് നോട്ട് ഗുഡ്. ഫോട്ടോ വയ്ക്കാൻ റൈറ്റ് ദിസ് വേ. അങ്ങോട്ടാണോ വഴിയാണോ ഉദ്ദേശിക്കുന്നത്? ഡിസൈൻ യുവർ MI എൻ്റെ നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ച് MI പ്രിന്റ് ചെയ്യാം. വേണോ? എനിക്ക് കിട്ടണ പഴങ്കഞ്ഞി പോലത്തെ ആണെങ്കിൽ എന്നാ ഞാൻ നോക്കാം. ഫസ്റ്റ് ചെയ്യാൻ കുപ്പികളൊക്കെ നിറച്ചിട്ട് ഒരു ടീം കുപ്പിയായത് നന്നായി വല്ല ഗ്ലാസ് ഒക്കെ കേറ്. ആ ബസ്റ്റ് ഒഴുക്ക് ഇൻട്രോവേർട്ടായിരുന്നു ഞാനെന്ത്. ആദ്യത്തെ കിട്ടിയത് തന്നെ
താഴോട്ടുണ്ട്. ആരും ഇട്ടിട്ട് പുറത്ത് ഇല്ലാൻ വേണ്ടി തന്നെ നോക്കണം കേട്ടോ.